So next is module 5. Module 5 deals with Z transform. In Z transform we have to find out region of convergence and properties of Z transform, inverse Z transform methods, and Z transform function, analysis of difference equation of LTI system, and stability causality conditions. So let's move to what is Z transform. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ ട്രാൻസ്ഫോം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഡൊമൈനിൽ നിന്ന് വേറൊരു ഡൊമൈനിലേക്ക് മാറാനായിട്ട് അല്ലേ? അപ്പോൾ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം വാസ് യൂസ് ടു convert time domain signal to frequency domain. Similarly, in order to transform discrete time signal into frequency domain, we have to use Z transform. ഇത്ര ഓർക്കുക, എക്സ് ഓഫ് എന്നിന് ഫ്രീക്വൻസി ഡൊമൈനിൽ എക്സ് ഓഫ് ടി ആയിരുന്നെങ്കിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യായിരുന്നു. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്യും. സോ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എന്നിൻ്റെ എന്താ പറയുന്നത്? സെറ്റ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് ഓഫ് സെഡ് ട്രാൻസ്ഫോം ആകുമ്പോൾ എക്സ് ഓഫ് ഇസഡ് ആണ്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എന്താ യൂസ് ചെയ്തിരുന്നത്? എക്സ് ഓഫ് ഒമേഗ. സോ എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ. ഓക്കെ, അതേസമയം നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തായിരുന്നു എഴുതിയത്? നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിച്ചത്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ടി, ഇങ്ങനെയല്ലേ കണ്ടുപിടിച്ചത്? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ സമ്മേഷൻ യൂസ് ചെയ്തു, ഇവിടെ ഇൻ്റഗ്രൽ യൂസ് ചെയ്തു. ഇവിടെ എക്സ് ഓഫ് ടി ആണെങ്കിൽ ഇവിടെ എക്സ് ഓഫ് എൻ, ഇവിടെ ഇ റേസ് ടു മൈനസ് ജെ ടി ആണെങ്കിൽ ഇവിടെ സെഡ് റേസ് ടു മൈനസ് എൻ. ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ സെഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെഡ് റേസ് ടു മൈനസ് എൻ. ഇനി ഇതിൽ സെഡ് ഇസ് എ കോംപ്ലെക്സ് വേരിയബിൾ. സെഡ് എന്ന് പറയുന്നത് ശരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് ആർ ഇ റേസ് ടു ജെ ഒമേഗ ഇതിനകത്ത്. അപ്പോൾ ഇതിവിടെ നിന്നോട്ടെ, സെഡ് എന്ന് പറയുന്നത് ഈ ആർ ഇ റേസ് ടു ജെ ഒമേഗ. അപ്പോൾ എന്ത് വരും? സെഡിന് പകരം ഞാനിത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് ആർ ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ആർ റൈസ് ടു മൈനസ് എൻ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എൻ അല്ലേ? ഇവിടെ ഒരു റൈസ് ടു മൈനസ് എൻ വരും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആർ ഈക്വൽ ടു 1 എന്നാണ്. ആർ ഈക്വൽ ടു 1 എന്ന് കൺസിഡർ ചെയ്താൽ ഇവിടെ എന്ത് വരും? എക്സ് ഓഫ് എൻ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എൻ എന്ന് വരും, വിച്ച് ഈസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ഇനി അതായത് നമ്മൾ പറയുന്നത് എന്താ? ആർ ഈക്വൽ ടു 1 കൺസിഡർ ചെയ്തപ്പോഴാണല്ലോ ഇത് ഫൊറിയർ ട്രാൻസ്ഫോമിന് ഈക്വൽ ആയത്. അതായത് ഇസഡ് ട്രാൻസ്ഫോം ഈസ് ഈക്വലൻ ടു എന്താ? ഫൊറിയർ ട്രാൻസ്ഫോം വെൻ എ യൂണിറ്റ് സർക്കിൾ കറസ്പോണ്ടിങ് ടു ഫൊറിയർ ട്രാൻസ്ഫോം ഈസ് കൺസിഡർ. ഫൊറിയർ ട്രാൻസ്ഫോമിൽ ഒരു യൂണിറ്റ് സർക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വലൻ ടു സെഡ് ട്രാൻസ്ഫോം. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും ഓർത്തില്ലെങ്കിൽ ഇത് ഓർക്കുക. സെഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന് വേണ്ടിയിട്ടാണ്. അതിൽ സെഡ് എന്ന് പറയുന്നത് ആർ ഇ റേസ് ടു ജെ ഒമേഗയാണ് എന്നൊക്കെയുള്ള കാര്യം ഓർത്തേക്കാം. ഇനി നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ, അതായത് സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെഡ് റേസ് ടു മൈനസ് എൻ എന്ന് പറയുന്നത് ഒരു 2 സൈഡഡ് സിഗ്നലാണ്. അത് എക്സ് ഓഫ് എന്നിന് ഞാൻ നെഗറ്റീവും പോസിറ്റീവും കൊടുക്കുന്നുണ്ട് അല്ലേ? മൈനസ് ഇൻഫിനിറ്റി ടു 0യും 0 ടു ഇൻഫിനിറ്റിയും കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 2 സൈഡഡ് സെഡ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, ഇനി എക്സ് ഓഫ് എൻ ഒരു കോസൽ സിഗ്നൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? എക്സ് ഓഫ് എൻ ഈക്വൽ ടു 0 ഫോർ എൻ ലെസ് ദാൻ 0 ആണല്ലോ. കോസൽ എന്ന് പറഞ്ഞാൽ എൻ ഗ്രേറ്റർ ദാൻ 0യ്ക്ക് മാത്രമേ വാല്യൂ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ 1 സൈഡഡ് സെഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതുമ്പോഴും 1 സൈഡഡും 2 സൈഡഡും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
നമ്മൾ ഓൾമോസ്റ്റ് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന കോസൽ സീക്വൻസ് ആയിരിക്കും. അപ്പോൾ 0 to ഇൻഫിനിറ്റിയേ വരത്തുള്ളൂ. ബട്ട് ആക്ച്വലി 2 സൈഡഡ് ആണെങ്കിൽ -∞ to ഇൻഫിനിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ഈസ് റീജിയൺ ഓഫ് കൺവെർജൻസ്. ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് റീജിയൺ ഓഫ് കൺവെർജൻസ്. ആ പേര് വെച്ചിട്ട് ഓർക്കുക. ഇറ്റ് ഈസ് ദ റീജിയൻ ഇൻ വിച്ച് ദ സിഗ്നൽ കൺവെർജൻസ്. ഏത് റീജിയനിലാണോ സിഗ്നൽ കൺവേർജ് ചെയ്യുന്നത് അതിനെയാണ് റീജിയൺ ഓഫ് കൺവെർജൻസ് എന്ന് പറയാം. അപ്പോൾ എക്സ് ഓഫ് ഇസഡിൻ്റെ കേസിൽ ദ വാല്യൂസ് ഓഫ് സെഡ് ഫോർ വിച്ച് എക്സ് ഓഫ് ഇസഡ് അറ്റൈൻസ് എ ഫൈനൈറ്റ് വാല്യൂ. ഏത് വാല്യൂ ഇസഡിലാണോ എക്സ് ഓഫ് ഇസഡ് അറ്റൈൻസ് ഫൈനൈറ്റ് വാല്യൂ അറ്റൈൻ ചെയ്യാന്ന് വെച്ചാൽ കൺവേർജ് ചെയ്യാമെന്നാണ്. ആ സമയത്ത് ഉള്ള റീജിയനാണ് ഞാൻ എന്തെന്ന് പറയാം, റീജിയൺ ഓഫ് കൺവെർജൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് സെഡ് ട്രാൻസ്ഫോം ആൻഡ് റീജിയൺ ഓഫ് കൺവെർജൻസ് ഓഫ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണെങ്കിൽ നമ്മൾ രണ്ട് കേസ് കൺസിഡർ ചെയ്യും, ഫൈനൈറ്റ് ഡ്യൂറേഷനും ഇൻഫൈനൈറ്റ് ഡ്യൂറേഷനും. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. സോ ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണെങ്കിൽ ഒന്നുമില്ല, ഫൈനൈറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിഗ്നൽ ഇത്രേ ഉള്ളൂ, 1 2, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എന്നിൽ മാത്രമേ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി എക്സ് ഓഫ് എന്നിനെ എനിക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, സിഗ്മ n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി a raised to n സംതിങ്, അല്ലെങ്കിൽ a raised to n into b എന്നോ ഇങ്ങനെ എന്തെങ്കിലും പറയാം. ഇതെന്താണ്, ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ്. സോ ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണെങ്കിൽ രണ്ട് രീതിയിലാവാം. അത് റൈറ്റ് ഹാൻഡ് സീക്വൻസും ആവാം, ലെഫ്റ്റ് ഹാൻഡ് സീക്വൻസും ആവാം. റൈറ്റ് ഹാൻഡ് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് n. ഒരു പർട്ടിക്കുലർ വാല്യൂയിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാത്രമേ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റൈറ്റ് സൈഡഡ് സീക്വൻസ്. ഇനി ഈ ആക്സിസിൽ ഒരു പർട്ടിക്കുലർ വാല്യൂയിൽ നിന്ന് ഇങ്ങോട്ടാണ് സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ്. ഓക്കെ, സോ ഒരു റൈറ്റ് ഹാൻഡ് സീക്വൻസ് ആണെങ്കിൽ എക്സ് ഓഫ് n ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ n0. ഒരു പർട്ടിക്കുലർ വാല്യൂവിന് താഴോട്ട് അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് ഇവിടെ വരച്ച് കാണിച്ചത്. ഒരു പർട്ടിക്കുലർ വാല്യൂവിന് താഴോട്ട് വാല്യൂ 0 ആയിരിക്കും, റൈറ്റ് സൈഡിലോട്ടായിരിക്കും സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടുതൽ അല്ലേ, n ഗ്രേറ്റർ ദാൻ എ പർട്ടിക്കുലർ വാല്യൂ. സോ n ഗ്രേറ്റർ ദാൻ n0 ആണെങ്കിൽ അതിനെന്തെന്ന് പറയാം, പോസിറ്റീവ് എന്താന്ന് പറയാം, റൈറ്റ് ഹാൻഡ് സീക്വൻസ് എന്ന് പറയാം. ഇനി ഞാൻ ആ പറഞ്ഞ പർട്ടിക്കുലർ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സീക്വൻസ്. ആ വാല്യൂ പോസിറ്റീവോ നെഗറ്റീവോ ആകാം. ഇനി ആ പറഞ്ഞ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ, അതായത് സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് വാല്യൂസ് ഓഫ് എന്നിനാണെങ്കിൽ, ഇതാണ് n, ഇത് 0. ഒരു പോസിറ്റീവ് വാല്യൂവിനേക്കാളും കൂടുതൽ ഇങ്ങോട്ടാണ് സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോസൽ ഓർ പോസിറ്റീവ് ടൈം സീക്വൻസ് ആണ്. അങ്ങനത്തെ സിഗ്നൽ ആണെങ്കിൽ റീജിയൺ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് എൻ്റർ സെഡ് പ്ലെയിൻ എക്സെപ്റ്റ് സെഡ് ഈക്വൽ ടു 0. അതായത് നമ്മൾ രണ്ട് കേസാണ് കൺസിഡർ ചെയ്തത്. ഒന്ന് നമ്മൾ പറയുന്ന സിഗ്നൽ ഫൈനൈറ്റ് സീക്വൻസ് ആണ്. ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈനൈറ്റ് വാല്യൂസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി സിഗ്നൽ റൈറ്റ് സൈഡഡ് സീക്വൻസ് ആണ്. അതും എങ്ങനെയാണ്, പോസിറ്റീവ് വാല്യൂസ് ഓഫ് എന്നിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റീജിയൺ ഓഫ് കൺവെർജൻസ് എങ്ങനെയായിരിക്കും, എൻ്റർ സെഡ് പ്ലെയിൻ എക്സെപ്റ്റ് സെഡ് ഈക്വൽ ടു 0. സോ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഫൈൻഡ് സെഡ് ട്രാൻസ്ഫോം ആൻഡ് ROC ഓഫ് കോസൽ സീക്വൻസ് എക്സ് ഓഫ് n ഈക്വൽ ടു 1 0 3 - 1 2. ഇവിടെ നോക്കി ആരോ മാർക്ക് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ n ഈക്വൽ ടു 0യിൽ തുടങ്ങി 1 2 3 4 പോസിറ്റീവ് വാല്യൂസിന് മാത്രമേ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് എ റൈറ്റ് സൈഡഡ് സീക്വൻസ്, റൈറ്റ് സൈഡഡ് സിഗ്നൽ ആൻഡ് ഇറ്റ് ഈസ് കോസൽ. കാരണം എന്താ, പോസിറ്റീവ് വാല്യൂവിനെ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി എനിക്ക് സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 to 4 y n ഈക്വൽ ടു 0 to 4 സിഗ്നൽ എക്സിസ്റ്റ് ഓൺലി ഫോർ n ഈക്വൽ ടു 0 to 4 എക്സ് ഓഫ് n സെഡ് റൈസ് ടു -n. ഓക്കെ, ഇനി n ഈക്വൽ ടു 0യിൽ എൻ്റെ വാല്യൂ എത്രയാണ്, 1 ഇൻറ്റു
സെഡ് റൈസ് ടു 0. അപ്പോൾ എന്ത് കിട്ടും? 1 തന്നെ വരും. പ്ലസ് n ഈക്വൽ ടു 1 ആകുമ്പോൾ 0 ഇൻറ്റു സെഡ് റൈസ് ടു -1, അപ്പോൾ അത് 0 ആയി. പ്ലസ് n ഈക്വൽ ടു 2 ആകുമ്പോഴോ x(2), അതായത് 3 ഇൻറ്റു സെഡ് റൈസ് ടു -2, ദെൻ -1 ഇൻറ്റു സെഡ് റൈസ് ടു -3 പ്ലസ് 2 ഇൻറ്റു സെഡ് റൈസ് ടു -4. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. പക്ഷേ എനിക്ക് നോക്കേണ്ടത് എന്താണ്? സിഗ്നൽ എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നതെന്നാണ് അറിയേണ്ടത്, അല്ലേ? ഇവിടെ ഇപ്പോൾ നോക്കിയേ, എനിക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? ഇങ്ങനെയാണ് സിഗ്നൽ കിട്ടിയേക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത് എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഇവിടെ നോക്കിയേ, 1 + 3/z² -1/z³ + 2/z⁴. ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇനി സെഡിന് പല പല വാല്യൂസ് കൊടുത്ത് നോക്കി. സെഡ് ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ ഇതെന്താവും? സിഗ്നൽ എന്താവും? ഈ സിഗ്നൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവും. സെഡിന് പോസിറ്റീവ് വാല്യൂ കൊടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ എന്തോ ഒരു വാല്യൂ, ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടത്തുള്ളൂ. ഇനി സെഡിന് നെഗറ്റീവ് കൊടുത്താലോ? ഒരു കുഴപ്പമില്ല, ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടത്തുള്ളൂ. ഇനി സെഡിന് ഇൻഫിനിറ്റി കൊടുത്താലോ? ഇൻഫിനിറ്റി കൊടുത്താൽ 1/∞ എന്ത് വരും? 0. അപ്പോൾ എപ്പോഴാണ് സിഗ്നൽ ഇൻഫിനിറ്റി ആകുന്നത്? സെഡ് ഈക്വൽ ടു 0ൽ മാത്രം. സോ ബാക്കി എല്ലാ വാല്യൂവിലും സിഗ്നൽ എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർജ് ചെയ്യുന്നുണ്ട്. സോ x of z converges for all values of z except z equal to 0. സോ ഇതെന്തായിരുന്നു? ഒരു ഫൈനൈറ്റ് സിഗ്നൽ ആയിരുന്നു. ഫൈനൈറ്റിൽ തന്നെ കോസൽ സിഗ്നൽ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താവുമെന്ന് പറഞ്ഞു? റീജിയൺ ഓഫ് കൺവെർജൻസ്. റീജിയൺ ഓഫ് കൺവെർജൻസ് ഈസ് എൻ്റർ z പ്ലെയിൻ എക്സെപ്റ്റ് z ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സീക്വൻസ്. ലെഫ്റ്റ് ഹാൻഡ് സീക്വൻസ് എന്ന് പറയുന്നത് x of n is 1 for which x of n equal to 0 for all n greater than or equal to 0. n ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടുതലാവുമ്പോൾ x of n എന്താണ്? 0 ആണ്. അതായത് ഇങ്ങോട്ട് വാല്യൂ 0 ആണ്, ഇങ്ങോട്ട് മാത്രം സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് എ ലെഫ്റ്റ് ഹാൻഡ് സീക്വൻസ്. ഇനി ഈ പറയുന്ന n <0 ആണെങ്കിൽ, അതായത് എങ്ങനെയാണ്? ഇത് 0 ആണ്, സിഗ്നൽ ഒരു നെഗറ്റീവ് വാല്യൂവിൽ നിന്ന് ഇങ്ങോട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻറ്റി കോസൽ സീക്വൻസ്. ഫോർ സച്ച് ടൈപ്പ് ഓഫ് സീക്വൻസ് ROC ഈസ് എൻ്റർ z പ്ലെയിൻ എക്സെപ്റ്റ് z ഈക്വൽ ടു ഇൻഫൈനൈറ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. So find Z transform and ROC of the anticausal sequence x of n equal to, ഇങ്ങനെയാണ് തന്നേക്കുന്നത്. ഇവിടെ നോക്കി, ഇതാണ് n equal to 0, ഇങ്ങോട്ടാണ് സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലേ? അപ്പോൾ നോക്കി, x of z equal to sigma n equal to -4 to 0, x of n z raised to -n. അപ്പോൾ ഞാൻ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -3 into z raised to 4, ഇങ്ങനെ z raised to 4 എന്നാൽ -4 കൊടുക്കുമ്പോൾ z raised to -4. അപ്പോൾ എനിക്ക് ഈ ഒരു വാല്യൂ കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, സെഡിന് 0 കൊടുത്താൽ പ്രശ്നമില്ല, സെഡിന് പോസിറ്റീവ് വാല്യൂസ് കൊടുത്താൽ പ്രോബ്ലം ഇല്ല, സെഡിന് നെഗറ്റീവ് വാല്യൂസ് കൊടുത്താലും പ്രോബ്ലം ഇല്ല. എപ്പോഴേ പ്രോബ്ലം ഉള്ളൂ? സെഡിന് ഇൻഫിനിറ്റി കൊടുത്താൽ x of z എന്താവും? ഇൻഫിനിറ്റി ആവും. സോ x of z കൺവെർജൻസ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് z എക്സെപ്റ്റ് z ഈക്വൽ ടു ഇൻഫൈനൈറ്റ്. അപ്പോൾ z ഇൻഫൈനൈറ്റിലോട്ട് പോയാൽ മാത്രമേ എന്തുള്ളൂ? പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാ റീജിയണും എന്താണ്? റീജിയൺ ഓഫ് കൺവെർജൻസ് ആണ്.